ഏതെങ്കിലും ഒരു പ്രഭാതം ഉച്ചവരെ നീണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു നട്ടുച്ച സന്ധ്യ വരെ നീണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു രാത്രി പ്രഭാതത്തിന് വഴിമാറാതിരുന്നിട്ടില്ല. ഇതെല്ലാം ഒരു സമയമാണ്. പ്രഭാതമുണ്ടെങ്കിൽ അത് ഉച്ചവരെ കൊണ്ട് തീരും. നട്ടുച്ച ഉണ്ടെങ്കിൽ സന്ധ്യ കൊണ്ടത് തീരും. രാത്രി ഉണ്ടെങ്കിൽ അടുത്ത പ്രഭാതം കൊണ്ടത് തീരും. അപ്പോൾ ഒരു ചെറിയ സമയത്തിനകത്തുള്ള പ്രശ്നം, ഒരു ചെറിയ ടൈമിനകത്തുള്ള പ്രതിസന്ധി, അതാ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. സമയത്തിനകത്തുള്ള പ്രശ്നങ്ങൾ അതെല്ലാം ഈ ആകാശത്തിൻ്റെ കീഴേ ഉള്ളൂ. പക്ഷെ നമ്മളെ കർത്താവ് രക്ഷിച്ച് കർത്താവിൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടുത്തെ താൽക്കാലിക പ്രശ്നങ്ങളിൽ നിരാശപ്പെടേണ്ട, കർത്താവിൽ ധൈര്യപ്പെടുക. സന്തോഷമുള്ളവരെ കരമൊന്ന് ചേർത്തടിച്ചൊരു നിമിഷം ദൈവത്തെ നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈ നമുക്കും പ്രശ്നമുണ്ട്, ലോക മനുഷ്യർക്കും പ്രശ്നമുണ്ട്. 1912 ഏപ്രിൽ മാസം 14 രാത്രി 11:40 1912 ഏപ്രിൽ മാസം തീയതി രാത്രി 11:40 2 കവറിങ്ങുള്ള, ഡബിൾ കവറിങ്ങുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഉല്ലാസ കപ്പൽ ടൈറ്റാനിക്കിൽ ഒരു മഞ്ഞുമല ഇടിച്ച് താണു. അതിലെ 1500ഓളം യാത്രക്കാര് മരിച്ചുപോയി. ശബ്ദം ശരിയാണോ? ശബ്ദം കേൾക്കാം? കേൾക്കുന്നില്ല. മോനെ ഒന്നുകൂടെ, അച്ഛനത് കിട്ടുന്നില്ല ശരിയായിട്ടൊന്നുണ്ട്. 1500ഓളം ആളുകൾ മരിച്ചുപോയി. ആ ആഴമുള്ള അറ്റ്ലാന്റിക്കിൻ്റെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. തൊട്ടടുത്ത കടലാണ് മെഡിറ്ററേനിയൻ കടൽ. എല്ലാവരും പറഞ്ഞേ, അറ്റ്ലാന്റിക്കിൽ ഡബിൾ കവറിംഗ് ഉള്ള കപ്പൽ മുങ്ങി 1500 പേര് മരിച്ചപ്പോൾ തൊട്ടടുത്ത മെഡിറ്ററേനിയൻ കപ്പൽ 276 യാത്രക്കാരുമായിട്ട് ഒരു കപ്പൽ മുങ്ങി. കപ്പൽ മുങ്ങുകയല്ലായിരുന്നു, കപ്പൽ തകർന്ന് തരിപ്പണമായിപ്പോയി. ആ 276 പേരും കരപറ്റി. ആര് ചത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം ലോക മനുഷ്യർക്കും ഉണ്ടാകും, പ്രശ്നം ദൈവമക്കൾക്കും ഉണ്ടാകും. സഞ്ചരിച്ച കപ്പൽ തകർന്നെന്ന് വരും, അത് പലകളായി പിരിഞ്ഞെന്ന് വരും. പക്ഷെ നിന്നെ മുക്കാതെ അക്കരെ കയറ്റാൻ കഴിയുന്ന രാവിലെ ആത്മാവ് നൽകുന്ന ദൂതാണ് വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ ഉടപരമനക ശബ്ദരാധരാജന. ഓ, ടൈറ്റാനിക്കിന് ഡബിൾ കവറിങ് ആയിരുന്നു. പക്ഷെ 276 യാത്രക്കാരെ കൊണ്ടുപോയ പൗലോസ് സഞ്ചരിച്ച കപ്പലിന് ഒരു കവറിങ്ങും ഇല്ലായിരുന്നു. പാറയിടിച്ചപ്പോഴെ പീസായി പോയി. പക്ഷെ പ്രാർത്ഥിച്ച ഭക്തൻ ഒരു കാര്യം പറഞ്ഞു, കപ്പൽ തകരും. പക്ഷെ ഒറ്റ പ്രാണന് നമ്മളിന്ന് സ്തുതിക്കേണ്ടത്, ആയുസ്സുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കും. ഓ, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. അപകരിക്കപ്പെട്ടത്, വഴുതിപ്പോയത്, ചോർന്നു പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയും ആയുസ്സുണ്ടെങ്കിൽ. എത്ര പേര് വിശ്വസിക്കുന്നു? ഇത് നിനക്ക് വേണ്ടിയുള്ള എൻ്റെ ദൈവത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാവുന്ന ചരിത്രം 1628 മുതൽ 1688 വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ചരിത്രത്തെ മാറ്റിക്കുറിച്ചൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ജോൺ ബെനിയൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ജോൺ ബെനിയൻ. സുവിശേഷം ഇംഗ്ലണ്ടിൽ പ്രസംഗിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ മനുഷ്യനെ പിടിച്ച് 12 വർഷം ജയിലറയ്ക്കകത്തടിച്ചു. പകലും വെട്ടം കിട്ടാത്ത ജയിലറ. അദ്ദേഹത്തിന് രാത്രിയും പകലും ഒരുപോലെയാണ്. കൂരിരുട്ടും അന്ധതമസ്സുമുള്ള ജയിലിൽ 12 വർഷം കിടന്ന ക്ഷയരോഗിയായി മാറി. തൻ്റെ 5 മക്കൾ തന്നെ ഇട്ട്, തൻ്റെ ഭാര്യ 5 മക്കളെ ജീവനോടെ ഇരിക്കുമ്പോൾ വളർത്താൻ കഴിയാതെ പട്ടിണി കൊണ്ട് മരിച്ചു. താനെ രണ്ടാമതൊരു കല്യാണം കഴിച്ചെങ്കിലും അവിടെ മുഖം പോലും കാണാൻ ജയിലിൽ കിടന്ന് കഴിഞ്ഞില്ല.
ലോകം മുഴുവൻ പറഞ്ഞു ഇനിയും ജോൺ ബെനിയൻ പുറത്തു വരത്തില്ല. പക്ഷെ ചരിത്രം മാറ്റിക്കൊണ്ട് ആ ജയിലിൽ കിടന്നപ്പോൾ താനൊരു പുസ്തകം എഴുതി. ഇന്ന് ഭൂമിയിൽ വേദപുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകത്തിന്റെ പേര് പരദേശി മോശയാത്ര. ആ സൃഷ്ടി നടക്കാൻ ഭക്തൻ ഇരുട്ടിക്കിടക്കേണ്ടി വന്നു. ഇരുട്ടിക്കിടന്നാലും ഒരു സൃഷ്ടി നടക്കും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ അന്ധകാരത്തിൽ നിന്നെ കൊണ്ട് അടച്ചാലും ഇരുട്ടിനകത്തും ഒരു സൃഷ്ടി നടക്കുമെന്ന് എത്ര പേര് ഈ പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന് നിന്നെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ച സങ്കീർത്തനം വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിന് വേണ്ടിയത് ഭക്തന്മാരെയും വിശ്വസ്തന്മാരെയും. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ലൈവിലുള്ളവരും കേൾക്കണം കേട്ടോ. ദൈവത്തിന് കുറെ ബന്ധക്കോസുകാരെയോ കുറെ വിശ്വാസികളെയോ കുറെ പാസ്റ്റർമാരെയോ ഒന്നും അല്ല വേണ്ടിയേ. ദൈവത്തിന് വേണ്ടിയ കുറെ ഭക്തന്മാരെയും കുറെ വിശ്വസ്തന്മാരെയുമാണ്. ഹല്ലേലൂയ. ശേഷിക്കുന്ന ഒരു ചെറിയ ടൈം ഭക്തിയായി ജീവിക്കാൻ, ഭക്തനായി ജീവിപ്പാൻ, വിശ്വസ്തയായി ജീവിപ്പാൻ, വിശ്വസ്തനായി ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം നീ ഒരു സമർപ്പണം ചെയ്താൽ ദൈവം വിശ്വസ്തർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഒരു ഭാര്യയുടെ സാക്ഷ്യം. ഭർത്താവ് മരിച്ച് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര കടംബാധ്യത ഉണ്ടായിരുന്ന കുടുംബത്തിൽ ജപ്തി ചെയ്യാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് 2 ആൺപിള്ളാരെ അടിമകളായി ബന്ധിച്ചുകൊണ്ട് പോകാൻ പോവാ. അപ്പൊ ആ സഹോദരി വന്ന് ദൈവദാസന്റെ ഒക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലയോ ദൈവപുരുഷ, നിന്റെ ദാസൻ എന്റെ ഭർത്താവ് യഹോവ. ഒരല്ലിയ പറയണം. നോക്കി, അവളുടെ പ്രാഗൽഭ്യത്തോടെയുള്ള വിഷയത്തിന്റെ മുമ്പിലെ സാക്ഷി കേട്ടോ. കടമുണ്ട്, പിള്ളേർ ജപ്തി ചെയ്യപ്പെടാൻ പോകുന്നു. പക്ഷെ അവൾ പറയാണ്, വിശ്വസ്തനായിരുന്ന ഭക്തനായിരുന്ന ഒരു ഭർത്താവ് എനിക്കുണ്ടായിരുന്നു. സ്തോത്രം പറയണം. ഭക്തനും വിശ്വസ്തനുമാണെങ്കിൽ കൂടാരത്തിനകത്തെ തകർച്ച മാറ്റാൻ അതിനകത്ത് തന്നെ വിടുതലൊരുക്കുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പ്രവാചകൻ ഉടനെ തൻ്റെ 4-5 സ്ഥാപനങ്ങൾ തനിക്കുണ്ട്. ഗിൽഗാല്, ബേതേല്, ജോർദാന്, ഇവിടെ എല്ലാം ബൈബിൾ കോളേജാ. അവിടെ ഉടനെ ലെറ്റർ ഹെഡ് എടുത്ത് പുള്ളി കത്തെഴുതി. ആ ഗിൽഗാലിലുള്ള വിശുദ്ധന്മാരറിയുന്നതിന്, ബേതേലിലുള്ള വിശുദ്ധന്മാരറിയുന്നതിന് നിങ്ങളെല്ലാം കൂടി ഒരു അടിയന്തര പിരിവെടുത്ത് ഞങ്ങളുടെ മരിച്ചുപോയ പാസ്റ്ററുടെയൊക്കെ ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് വല്ല എഴുതിയോ? പറ. ഇല്ല. സഹായം ചോദിച്ചു പറഞ്ഞോളൂ, നിന്റെ വീട്ടിൽ ഇനി എന്തുണ്ട്? അവൾ പറഞ്ഞു, ഇനി 1 ഭരണി എണ്ണയുണ്ട്, അത് മതി. ഭക്തന്റെ വീട്ടിലെ ശേഷിക്കുന്ന ആ 1 ഭരണി മതി നിന്റെ ശൂന്യത മുഴുവൻ മാറ്റാൻ. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. പ്രാർത്ഥിച്ചവന്റെ വീട്ടിലെ, ഭക്തന്റെ വീട്ടിലെ ഒരു ചെറിയ ശേഷിപ്പിനെ പോലും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നീ പോയി ഭവനത്തിനകത്ത് കയറി വാതിലടക്കണം. നിന്റെ ജപ്തി ചെയ്യപ്പെടാൻ പോകുന്ന 2 പിള്ളേർ നിന്റെ കൂടെ അകത്ത് കയറണം. കഥ കടച്ച് ഉള്ളത് അങ്ങോട്ട് പകരണം. പകർച്ച തുടങ്ങിയാൽ 1 കടം വീടും, 2 ജീവിതകാലം മുഴുവൻ നിനക്കും പിള്ളേർക്കും ഉപജീവനം കഴിക്കാം, 3 പിള്ളേരുടെ ജപ്തി മാറും. 3 മാറാൻ കഥ കടച്ചകത്ത് കയറുക. ഇന്ന് പകൽ രാവിലെ ദൈവാത്മാവ് ദൂത് പറയുന്നു, പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ
നീയും നിനക്കുള്ളവരും ചേർന്ന് ഒന്ന് കഥകടച്ചകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഓ ധിരബാലമന ശബ്ദരാധരാധര റിഗമനപരഭൗഷസ്യ. ഹല്ലേലൂയ. ഓ ചുടബാലപരം ധരതികലപരകനകരകദാരൗഷപ്രമനപരകദേ രഘുടമനം ധരധീപരജാലക വൈഡമനാദര. ഹല്ലേലൂയ. നോക്കിയ കഥ കടച്ച് അകത്ത് കയറി ഉള്ളത് പകർന്നപ്പോൾ മുഴുവൻ നിറവായി മാറി. നിറവ് വിറ്റപ്പോൾ കടവും മാറി, ബാധ്യതയും മാറി, ജപ്തിയും മാറി. അവരനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അകത്ത് ഒരു നിറവ് ഇന്ന് പകൽ ദൈവം തരാൻ പോകുകയാ. ഈ ജൂലൈ മാസത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ 13-ാം തീയതി രാവിലെ പ്രവചിച്ചു പറയുന്നു, അകത്തൊരു നിറവ് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. പക്വതയോടെ വിശ്വസ്തയോടെ ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ നീ തയ്യാറായാൽ, ഓ ദുരബാലബാലബനാരഗദാരഗദേ രൗഡേ റിബലേ രൗഷാരബരംദരജാലക രഗദഗ വൈഡഗ റിബലബ. അത് പാസ്റ്ററെ അകത്ത് കയറാം, കഥ കടയ്ക്കാം, പക്ഷെ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഉടനെ ഭക്തൻ പറയാണ്, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ പ്രാർത്ഥനാവാചകമില്ല. ഇടയ്ക്കിടയ്ക്ക് വലിച്ചൊരു ശ്വാസം പിടിയില് ഒരു 5 മിനിറ്റ് ചിന്തിച്ചിരിക്കും. 5 മിനിറ്റ് ഇന്നലകളെ ഓർക്കും. എവിടെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇതിങ്ങനെ ആയത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥന നിന്നു പോകും. ഇരിക്കുന്നത് പ്രാർത്ഥനാ സ്ഥലത്താണ് മറന്നു പോകും. കുറച്ച് സുബോധം വരുമ്പോൾ ഒരു ദീർഘശ്വാസം. പ്രൈസ് ദി ലോർഡ്. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം. ബാക്കി നിങ്ങൾ പറ. നാളെയല്ല, ഇപ്പോൾ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. എന്റെ കർത്താവ് ഇന്ന് രാവിലെ ശക്തമായൊരു ദൂത് കൈമാറുകയാണ്. നിനക്ക് വേണ്ടി, നിന്റെ പ്രശ്നത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഓ റികൽക്കനെ വൈഡപ്രമന ദുരാരക ചന്ദന ചൂടപരബലബൗഡ ദിഗരജാല വൈഡം പ്രമനാധികാരകൾ കമനെ റിഗാബാബാബാസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് വിശ്വസിച്ച് രാവിലെ നിന്റെ പ്രശ്നത്തിന് വേണ്ടി നീ ദീർഘശ്വാസം വിട്ടിരിക്കുമ്പോൾ ദൈവം എഴുന്നേറ്റാൽ, സ്തോത്രം പറയാമോ? ദൈവം എഴുന്നേറ്റാൽ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. എൻ്റെ കഴിഞ്ഞ കാല 6.5 പതിറ്റാണ്ടിലെ ജീവിതത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചൊരു യാഥാർത്ഥ്യം, ആർക്കെങ്കിലും വേണ്ടി, ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി, ഏതെങ്കിലും കുടുംബത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ദൈവം എഴുന്നേറ്റിട്ടുണ്ടോ അവന്റെ ചരിത്രം മാറിയിട്ടുണ്ട്. ഇന്ന് പകലും ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ, അതെ, ആത്മാവ് രാവിലെ അങ്ങനെ തന്നെ പറയുന്നു. നിനക്ക് വേണ്ടി, നിന്റെ വിഷയത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നീ ഭാരപ്പെടുന്ന വിഷയത്തിന് വേണ്ടി ഇന്ന് രാവിലെ ദൈവം എഴുന്നേറ്റാൽ, ഓ റബലമന രഗലജാന വൈഡപ്രമനെ ദിഗൽക്കനാദരാദര. ഹല്ലേലൂയ. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ ദിവസം വെണ്ണിക്കുളത്ത് നമ്മുടെ സാജിയം പോൾ പാസ്റ്ററുടെ 21 days ഫാസ്റ്റിംഗ് പ്രയറിൽ രാത്രി ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം എന്നോട് പറഞ്ഞു. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ അനുഭവിച്ച ദിവസം യോഹന്നാന്റെ പത്മോസ. അവിടെ കൂട്ടായ്മക്കാരുമില്ല. 25 വർഷം എപ്പസോസിലെ സഭയുടെ മൂപ്പനായിരുന്നു.
അക്കാലത്തെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റായിട്ടിരുന്ന മനുഷ്യൻ, 25 വർഷമായ മനുഷ്യൻ എടുത്തെറിയപ്പെട്ടത് പത്മോസിലാണ്. പത്മോസിൽ കിടക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ വിഷപ്പാമ്പുകൾ ചീറിയെടുക്കും, മറുഭാഗത്തൂടെ വിഷത്തേളുകൾ എടുത്തു വരുന്നു, മറുഭാഗത്ത് വലിയ മാംസതായികളെ കഴുകൻ പറന്നു വരുന്നു, കടലിന്റെ തിര ആഞ്ഞടിക്കുന്നു, തണുത്ത കാറ്റടിക്കുന്നു, തണുത്ത് മരവിക്കുന്നു, വയസ്സ് 100 പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ ഒറ്റപ്പെടലിൽ സാരമില്ല പാസ്റ്ററെ, വിഷമിക്കേണ്ട, ഞങ്ങൾ കൂടണമെന്ന് പറയാൻ ആരുമില്ല, കൈയടിക്കാൻ ആളില്ല, പ്രൈസ് ദി ലോർഡ് പറയാൻ ആളില്ല, വർഷിപ്പ് ചെയ്യാൻ ആരുമില്ല. പക്ഷെ പുറകിലൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് ഹിമത്തേക്കാൾ വെണ്മയുള്ള മുടി, സൂര്യനേക്കാൾ ശോഭയുള്ള മുഖം, അഗ്നി ജ്വലിക്കുന്ന കണ്ണ്, മാറത്ത് പൊൻകച്ച കെട്ടി ഉലിയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ നിലയങ്കി ധരിച്ച നിലവിളക്കിനടി ഉലാവുന്ന യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടു. ഹല്ലേലൂയ. പ്രിയരേ, ഞാനിന്ന് പോലൊരു കാര്യം ഓർപ്പിക്കട്ടെ. കൂടെ നിന്ന് 12 പേര് ഓടിപ്പോയി. ഒരാളെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഒരാളെ ഒറ്റ കൊടുത്ത കാശ് മേടിച്ചോണ്ട് പോയി. ആരും കൂടെ കാണത്തില്ല. ജീവിതത്തിന്റെ കഷ്ടതയിൽ ആരും കൂടെ കാണത്തില്ല. ചാട്ടവാറും ക്രൂശും കാരിരുമ്പാണിയും മുൾക്കിരീടമൊക്കെ കൂടെ കാണത്തുള്ളൂ. പക്ഷെ പേടിക്കണ്ട, കല്ലറയെ ഭേദിക്കുന്ന ഒരു ശക്തി ഇറങ്ങിയാൽ, കല്ലറയെ ഭേദിക്കുന്ന ശക്തി ഇറങ്ങിയാൽ നീ ഒറ്റപ്പെട്ടു പോയിടത്തു നിന്ന് ഒരു ഉയർപ്പിന്റെ ശക്തിയോടെ നിന്നെ ഉയർപ്പിക്കുന്ന ഒരു വലിയ ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ ആത്മാവ് ശക്തമായി രാവിലെ ഇടപെടുകയാ. ഹല്ലേലൂയ. ചുടബാ ലബന രഗന രഗദേ വൈഡേ റിബലേ രൗഷേ. ഈ വലിയ പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവന്റെ പുറകിൽ ആര് വന്നു നിന്നു? തേജോമയനായ മഹത്വപൂർണനായ യേശു വന്നു നിന്നു. എന്നിട്ട് യേശു പറഞ്ഞു, യോഹന്നാനേ ഭയപ്പെടേണ്ട. അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറ, ധൈര്യത്തോടെ പറ, ഭയപ്പെടേണ്ടെന്ന് പറ. ഇത് കേൾക്കുകയും ആ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ഘോഷമുള്ള ശബ്ദമായിരുന്നു. ആ ശബ്ദം കേട്ട താൻ മരിച്ചവനെ പോലെ വീണു. മരിച്ചവനെ പോലെ വീണു. മരിച്ചില്ല, മരിച്ചവനെ പോലെ വീണു. ഉടനെ ആ തോളത്തോട്ട് പതുക്കെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ എന്നേക്കും പരിചയപ്പെടുത്തുക. മരിച്ചവനെ പോലെ കിടക്കുന്നവനോട് യേശു പറയുന്നുണ്ട്, മോനെ ഞാൻ ആരായിരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നീ ഇപ്പൊ ഫേസ് ചെയ്യുന്ന വിഷയത്തെ ഞാൻ ഇന്നലെ ഫേസ് ചെയ്തതാ. സ്വതന്ത്രം പറഞ്ഞില്ല, ഞാൻ ഫേസ് ചെയ്യാത്തൊരു വിഷയം നിനക്കുണ്ടായിട്ടില്ല. ഞാൻ ഈ വിഷയത്തെ തരണം ചെയ്തവനാ. ഞാൻ മരിച്ചവനായിരുന്നു. സ്വതന്ത്രം പറഞ്ഞേ, ഞാൻ ആ മരണത്തെ ജയിച്ചെങ്കിൽ നീ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി എന്റെ ദൈവം ഇന്നലെ അറിഞ്ഞനുഭവിച്ചവനാണെങ്കിൽ അത് പരിഹരിക്കാൻ എന്റെ യേശു മതിയായവനാ. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് ദൈവാത്മാവ് ദൂത് പറഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി മറ്റാരും എഴുന്നേറ്റില്ലെങ്കിലും, നിനക്ക് വേണ്ടി മറ്റാരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, നിന്നോട് ദൈവാത്മ പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ പോകുകയാ. നീ ഒന്ന് ഭക്തനായി, നീ ഒന്ന് വിശ്വസ്തനായി നിൽക്കുമെങ്കിൽ ഇന്ന് രാവിലെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാ. കഴിഞ്ഞ ദിവസം പത്മോസ് സന്ദർശിച്ചു വന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞാ, എന്നെങ്കിലും സൗകര്യം കിട്ടുവാണെങ്കിൽ പത്മോസിൽ എന്ത് ചെയ്യണം? പോണം. അവിടെ യോഹന്നാന് ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറയുന്ന പാറ, യേശു കർത്താവ് അതിന്മീതെ ഇറങ്ങി നിന്നപ്പോൾ, മഹത്വപൂർണനായി ഇറങ്ങി നിന്നപ്പോൾ വെളിപ്പെട്ട ആ ചൂട്
2026 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ചെന്നാലും ആ ചൂടുണ്ടെന്ന് പറഞ്ഞു ആ പാറയ്ക്ക്. അപ്പം ഞാൻ ഓർക്ക് എന്തൊരു സാന്നിധ്യം ഇറങ്ങി. ഒറ്റപ്പെട്ടു പോയൊരു ഭക്തന് വേണ്ടി ഇറങ്ങിയ ദൈവ സാന്നിധ്യം 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും മാറിയിട്ടില്ലെങ്കിൽ ഞാനൊരു ദൂത് പറയാൻ പോകുകയാ. നീ ഒറ്റപ്പെട്ട നിന്റെ വിഷയത്തിൽ ദൈവം ഇറങ്ങിയാൽ അതിൻ്റെ ചൂട് തലമുറകൾ കഴിഞ്ഞാലും മാറത്തില്ല. അതിൻ്റെ വിടുതൽ തലമുറ കഴിഞ്ഞാലും മാറത്തില്ല. ഒന്ന് വിശ്വസിച്ചു. ചിലർക്ക് തലമുറകളിലേക്ക് പകരുന്നൊരു വിടുതൽ ഇന്ന് പകൽ ദൈവം പകരുകയാ. നിന്റെ ദീർഘശ്വാസം ദൈവം കേട്ടിട്ടുണ്ട്. ഓ റബലബലബസ്. രാവിലെ നിരാശപ്പെട്ട് ഈ രാജാവ് വന്ന് ദാനിയേലിനെ വിളിച്ചൊരു വിളിയുണ്ട്. എവിടെ വെച്ചാന്നറിയാമോ? സിംഹക്കുഴിയുടെ വാതിക്കൽ. പ്രാർത്ഥിച്ചവൻ സുഖമായിട്ട് ഉറങ്ങി. പക്ഷെ സിംഹക്കുഴി ഇട്ടവൻ ആ രാത്രി ഉറങ്ങിയില്ല. ചിലരുടെ ഉറക്കം കെടുത്തി ഭക്തൻ ഉറക്കം കൊടുത്ത് വിടുവിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഒറ്റപ്പെട്ട് സിംഹക്കുഴിയിൽ ഇറങ്ങിയവൻ ഉറങ്ങി, ഇട്ടവൻ ഉറങ്ങിയില്ല. അവൻ രാവിലെ നിരാശപ്പെട്ട് വന്ന് വളരെ വിറയാർന്ന സ്വരത്തിൽ വിളിച്ചു, ദാനിയേലേ, നിനക്ക് സിംഹങ്ങൾ കേടുവരുത്തിയോ? അകത്തുനിന്ന് ദാനിയേലിന്റെ ശബ്ദം, രാജാവ് ശുഭമായിരിക്കട്ടെ, എന്റെ ദൈവം ഈ രാത്രി സിംഹക്കൂട്ടിലിറങ്ങി സിംഹങ്ങളുടെ വായടച്ചു, എനിക്കൊരു കേടും വരുത്തിയില്ല. അങ്ങനെ ഇന്ന് പകൽക്കാലം ഈ പ്രശ്നം നിനക്കൊരു കേടും വരുത്തത്തില്ല. ഈ പ്രശ്നം നിന്റെ കുടുംബത്തിന് കേടുവരുത്തത്തില്ല. അലറുന്ന സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കിടക്കുന്നവന് ഈ പ്രതിസന്ധി ഒരു കേടുവരുത്താതെ വിടുവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച്, ഈ പ്രതികൂലം നിനക്കൊരു കേടുവരുത്തത്തില്ല. ഓ റബലമനഗദര ജാനഗരഗദര വൈഡഗ റിബലബ രൗഷഭ്രമന. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു മനുഷ്യൻ അധപ്പതിക്കാവുന്നതിന്റെ ഏറ്റവും ലാസ്റ്റാണ് ബെല്ലോന്റെ കാല പറക്കുന്നത്. അന്ന് വെച്ചാ ബെല്ലൂനും കൊയ്ത കാലായി കിടക്കുന്ന പൊടിച്ചിട്ട ധാന്യം പറക്കാൻ പോകുന്നതിനെക്കാട്ടി ഗതികേടുണ്ടോ? അപ്പോൾ ഒരു ദാരിദ്ര്യത്തിന് നെല്ലിപ്പല കണ്ടിട്ട് കാല പറക്കാൻ പോയവളാണ് ആര്? പക്ഷെ അവക്ക് വേണ്ടി ഒരു രാത്രി, ഏത് കാലാപറക്കയ്ക്ക് വേണ്ടിയും ദൈവം ഒരു രാത്രി ശേഷിപ്പിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ബോബസിന്റെ പുതപ്പ് അവിടെ മേൽ വീഴുന്ന രാത്രി, പുതപ്പിന്മേൽ അളന്ന് ലഭിക്കുന്ന ഒരു രാത്രി, കാല പറക്കിയവളെ വയലിന്റെ യജമാനത്തിയാക്കുന്ന ഒരു നല്ല ബോബസിന്റെ രാത്രി നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നോട് ദൈവാത്മ പറയുന്നു, നാളെ നേരം വെളുക്കുമ്പോൾ നീ കാല പറക്കിയല്ല, നീ ബോബസിന്റെ വയലിന്റെ യജമാനത്തിയ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് കാലപറക്കി യജമാനായ ബോബസിന്റെ വയലിന്റെ യജമാനത്തിയായത്? അവൾ ഉത്തരം പറയും, ഞാൻ കുളിച്ചു, ഞാൻ തൈലം പൂശി, ഞാൻ വസ്ത്രം മാറി, ആ രാത്രി ഞാൻ ആ കാക്കൽ കിടന്നു. ആ കാക്കൽ കിടന്നുള്ള ദീർഘശ്വാസം നിലവിളിക്കാൻ വയ്യ. ദരിദ്രന്റെ പീഡ, ദരിദ്രന്റെ ദീർഘശ്വാസം എത്ര കാലം കാലാപറക്കും? ആ രാത്രി യജമാന്റെ പുതപ്പ് അവിടെ മേൽ വീണെങ്കിൽ, ഈ പകൽ നീ ഇവിടെ വന്നതല്ല, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, ദൈവത്തിന്റെ ഒരു പുതപ്പ്, ബോബസിന്റെ ഒരു പുതപ്പ് നിന്റെ മേൽ ഇന്ന് പകൽ വീഴുകയാ. ഏറ്റെടുക്കുന്നവർ നന്നായിട്ട് കരമൊന്ന് ചേർത്തടിച്ച് ആത്മാവിൽ പ്രതികരിച്ച്, ഇത് നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന രാത്രിയാ.
ഇന്ന് രാവിലെ ഒരല്പസമയം ഞാൻ ഒരു ദൂതിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1000 വട്ടം വായിക്കുകയും 1000 വട്ടം ഞാൻ ധ്യാനിക്കുകയും ഒത്തിരി പ്രസംഗിക്കുകയും ചെയ്ത വേദഭാഗമാണെങ്കിലും ഇന്ന് രാവിലെ വീണ്ടും എന്നോട് ഇടപെട്ട് ഒന്ന് വായിച്ചേ. ആരെങ്കിലും ഉറക്കെ ആ ആ ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. 4 കാര്യം ദൈവം പറയാം. 1, ഹൃദയം കലങ്ങിപ്പോകരുത്. നീ നിന്നോട് തന്നെ പറഞ്ഞേ, ഹൃദയം കലങ്ങിപ്പോകരുത്. പിശാചിന്റെ ഏറ്റവും വലിയ അടവാണ് ഹൃദയത്തെ കലക്കുക, മനസ്സിന്റെ സ്വസ്ഥതയില്ലാതാക്കുക, വ്യാകുല ചിന്തകൾ കൊണ്ടുവരിക, നിരാശരാക്കി മാറ്റുക, ഊണില്ല, ഉറക്കമില്ല, വിശപ്പില്ല, എന്തിനെയൊക്കെയോ ഭയപ്പെടുകയാണ്. പ്രൈസലോ, ജീവിതം വേണോ വേണ്ടായോ എന്ന് ചിന്തിക്കുന്ന ഭയപ്പാടുകൾ ഹൃദയത്തിൽ കൊണ്ടിടുക. പ്രൈസലോ, അവരെ നോക്കി കർത്താവ് പറഞ്ഞു, ആദ്യം നീ നിന്നോട് പറയണം, എൻ്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എൻ്റെ മനസ്സേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കെ. മനസ്സോട് പറഞ്ഞേ, മനസ്സേ നീ സ്വസ്ഥമായിരിക്കെ, യഹോവ നിനക്ക് വലിയവ ചെയ്തിരിക്കുന്നു, ഉപകാരം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ മനസ്സേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്തിന്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഇന്ന് രാവിലെ നീ നിന്നോട് തന്നെ പറ, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. 1, ഹൃദയം കലങ്ങരുത്. 2, ദൈവത്തിൽ വിശ്വസിക്കണം. ഈ ലോകത്തിലെ 99% ആൾക്കാർക്കും ദൈവവിശ്വാസമുള്ളവരാ, ഏതെങ്കിലും ഒരു ദൈവത്തിൽ. ശരിയല്ലേ? 1% നിരീശ്വരവാദി കാണും, അല്ലെ പോട്ടെ 10% നിരീശ്വരവാദി കാണും. ബാക്കി 90% ആൾക്കാർക്കും എന്തുകൊണ്ട്? ദൈവവിശ്വാസമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുക. പക്ഷെ രണ്ടാമത്തേത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അത് 90% അത് 40% കാണത്തില്ല. പക്ഷേ ആദ്യത്തെ വിഷയം എല്ലാവർക്കും ഉണ്ട്. രണ്ടാമത്തെ വിഷയം കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. അപ്പം ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം. മൂന്നാമത്തെ കാര്യം, ഹൃദയം കലങ്ങിയോട് പറയുകയാണ്, ഒരു നിത്യതയുണ്ടെന്ന്. പുത്രൻ പറഞ്ഞേ, അയ്യോ ഞാൻ ആ വാക്ക് ഇന്ന് രാവിലെ ഒന്നുകൂടെ ധ്യാനിച്ചത് പറയുകയാണ്. എടാ, നീ വിശ്വസിക്കുന്ന ദൈവത്തിന് ഒത്തിരി വാസസ്ഥലമുണ്ട്. പക്ഷെ എന്നിൽ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവന് വേണ്ടി ഞാനൊരു വീട് ഒരുക്കുകയാണ്. ഞാൻ ഒരുക്കുന്ന വീട്ടിൽ നിന്നെ കൊണ്ട് എത്തിക്കും. ഇന്ന് രാവിലെ ദൈവപൈതലേ, ഏത് പ്രതികൂലത്തിലും നിത്യത ദർശനം കണ്ടോണം. നിത്യത ദർശനം കാണുന്നവന് അല്ലെ കർത്താവ് പറയാണ്, ഹൃദയം കലങ്ങരുത്, ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പീൻ. നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ എന്നോട് ഒത്തിരി കാര്യം ദൈവം പറഞ്ഞു. അവൻ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്, ഒരുക്കി വെച്ചിരിക്കുന്നത്, കൈ കിട്ടുന്നത് വരെ ഇത്രയും നല്ലതാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. കൈ കിട്ടിയപ്പോൾ മനസ്സിൽ ഇത്ര ശ്രേഷ്ഠകരമായത് എനിക്ക് വേണ്ടി ദൈവം കരുതിയല്ലോ എന്ന്. സ്തോത്രം പറഞ്ഞേ. അത് ജെയിംസ് പാസ്റ്ററുടെ കണ്ണ് കണ്ടില്ല, രായിച്ചാന്റെ ചെവി കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത് ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ? ഒരുക്കി വെച്ച കർത്താവിന്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു കണ്ണ് കാണാതെ, ഒരു ചെവി കേൾക്കാതെ സ്വർഗത്തിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന ചില അനുഗ്രഹത്തിന്റെ കലവറകൾ വിശ്വസിക്കുന്നവന് വേണ്ടി ഇന്ന് രാവിലെ എന്റെ ദൈവം തുറന്നു തരുമെന്ന് ആത്മാവ് ദൂത് പറഞ്ഞാൽ എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹൃദയം കലങ്ങരുത്, ഹൃദയം കലങ്ങരുത്. ദൈവത്തിലൊന്ന് വിശ്വസിച്ചേ, യേശുവിലൊന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ.
നമ്മുടെ ഒന്നും പ്രതികൂലങ്ങൾ മറ്റുള്ളവരുടെ പ്രതികൂലവുമായി കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നും. ഇപ്പം ഞാൻ എൻ്റെ സാഹചര്യം അനിൽ അംബാനിയുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ ആകെ പ്രശ്നമാണ്. ഹലോ, 12.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലായാലും താമസിക്കുന്നു. നമ്മൾ ഒത്തുനോക്കാൻ നോക്കുമോ? നീ അവനോടല്ല ഒക്കണ്ടേ, നീ കർത്താവുമായിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം. ഈ ലോകത്തിലേക്ക് നോക്കുകയേ ചെയ്യല്ല, നീ കർത്താവിലേക്ക് നോക്കി എന്നിൽ വിശ്വസിക്കുക. ഓ ഹല്ലേലൂയ, നിനക്ക് ഞാൻ ചിലത് ഒരുക്കി വെക്കുകയാ, ഞാൻ ഒരുക്കാനാണ് പോയേക്കുന്നത്. ഇന്ന് രാവിലെ പറയുന്നു, നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ്, മനുഷ്യരാരുമല്ല, ഭക്തനു വേണ്ടി, വിശ്വസ്തനു വേണ്ടി എൻ്റെ ദൈവം ചിലത് ഇന്ന് രാവിലെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുക്കി വെച്ചത് മനുഷ്യപുത്രന്മാർ കാണുക, നാട്ടുകാർ കാണുക, നിന്ദിച്ചവർ കാണുക, പകച്ചവർ കാണുക. നിന്നെ പകച്ചവർ കണ്ട് ലക്ഷിക്കേണ്ടതിന് നന്മയ്ക്കായി എൻ്റെ ദൈവം ചില അടയാളങ്ങൾ നിരവാസ് ചിലരോട് ദൈവാത്മാവ് രാവിലെ ഒരു ദൂത് പറയുന്നു. നീ ചില സമയത്തേക്ക് മിണ്ടാതിരിക്കാനാണ് ദൈവത്തിന് പദ്ധതിയെങ്കിൽ നീ ഒരല്പസമയം മിണ്ടാതിരിക്കണം, ഒന്നിനും പ്രതികരിക്കണം, ആരോടും മറുപടി പറയണ്ട. നീ അത്യാവശ്യമാണ് മൊബൈൽ പോലും മാറ്റി വെച്ചേര്. നീ ദൈവത്തിന് ചെന്ന് മൗനമായിരുന്നേ. ഒരു ഭക്തൻ മിണ്ടാതെ ഉരിയാടാതെ ഊമനായിട്ടിരുന്നു. ഹലോ, ഉരിയാടാതെ. ഒന്നാമത്തെ കാര്യം, വീട്ടിൽ പ്രശ്നമാണ്. നാട്ടിലെല്ലാം പ്രശ്നമാണെങ്കിലും വീട്ടിൽ പ്രശ്നമില്ലെങ്കിൽ ഒരു സന്തോഷമില്ലേ? പുള്ളിക്കുമ്പോൾ വീട്ടിൽ പ്രശ്നമാണ്. ഒന്ന്, ആരാധിക്കുന്ന പെണ്ണും പിള്ളയ്ക്ക് ഇഷ്ടമല്ല. കൈ അടിച്ച പ്രശ്നം, നൃത്തം ചെയ്ത പ്രശ്നം, പഞ്ഞിനൂലാക്കി ധരിച്ച പ്രശ്നം, പെട്ടകത്തിന് മുമ്പിൽ നിന്ന പ്രശ്നം, ആകെ പ്രശ്നമാണ്. ആരാധന ഇഷ്ടപ്പെടാത്തൊരു പെണ്ണും പിള്ള. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. 2, ഏറ്റവും സുന്ദരനായ ചെറുക്കൻ, തൻ്റെ ഹൃദയത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള മോൻ, അവൻ വാതുക്കെ നിന്നുകൊണ്ട് വരുന്നവരെ കെട്ടിപ്പിടിച്ചിട്ട് ദാവീദിനെതിരാക്കുക. മോൻ പ്രശ്നം. തനിക്ക് അത്യാവശ്യം അടുക്ക വന്ന്, അച്ഛാ ഇന്ന പോലെ ചെയ്താൽ നമുക്ക് ജയമാണെന്ന് ആലോചന കൊടുക്കുന്ന അഹീത്തോബേൽ അവൻ്റെ കൂടെ കൂടി. പ്രൈസലോ. അപ്പോൾ കൂടെ നിന്ന ഏറ്റവും നല്ല അംഗരക്ഷകനും സൈന്യാധിപനും എതിര്, പുരോഹിതൻ എതിര്, മോനെതിര്, അവൻ വശീകരിച്ച നാട്ടുകാരെതിര്, പെണ്ണുമ്പിള്ള എതിര്. അന്നേരം കാലെ ചെരുപ്പിടുന്ന കാര്യം മറന്നുപോയി. തലയെ തുണിയിട്ടുകൊണ്ട് ഒറ്റ ഓട്ടം ഓടുന്നത് ദാവീദാന്ന് ആരും അറിയാതിരിക്കാൻ തലയെ തുണിയിട്ടൊരു ഓട്ടം. ഓ, കെദ്രോൻ തോട് കയറി ചെരുപ്പില്ലാതെ, ഒലൂമലയുടെ കയറ്റം കയറി ചെരുപ്പില്ലാതെ ഓടിപ്പോകുമ്പോൾ പുറകിൽ നിന്നൊരു പിശാച് ബാധിച്ചോ, ഈ ശൗലിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ശിമൈ കൈ കിട്ടിയ മണലെല്ലാം കൂടെ വാരി എറിഞ്ഞിട്ട്, ദുഷ്ട നീജ പോന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചെന്ന് മനസ്സിലായോ? ഭാര്യയെതിര്, മോനെതിര്, അഹീത്തോബേലെതിര്, പട്ടാളമെതിര്, എല്ലാരും എതിര്. കൂടെ നിന്നവരെന്ന് വിചാരിച്ചവരൊക്കെ മണൽ വാരി എറിഞ്ഞു, കാലെ ചെരിപ്പിടാൻ മറന്നു, കിദ്രോൻ തോട് കയറി, ഒരു മരയുടെ കയറ്റം കയറി, ഓടിപ്പോകുമ്പോ ശാപവാക്കുകൾ. പക്ഷെ സ്വർഗം പറഞ്ഞു, തിരിച്ചു വരുത്തും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചില ദിവസം കഴിഞ്ഞപ്പോൾ അല്ലേ അബ്ശാലോം തകർന്നു. ഇവൻ ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നത്, കർത്താവേ അഹീത്തോബേലിന്റെ ആലോചനയെ അബദ്ധമാക്കണം. ഇന്ന് രാവിലെ നിനക്ക് വിരോധമായിട്ടുള്ള ചില ആലോചനകളെ ദൈവം അബദ്ധമാക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിനക്ക് വിരോധമായി പിശാച് ഒരുക്കുന്ന ചില ദുരാലോചനകളെ ദൈവം അബദ്ധമാക്കുകയാ. ഓ ഹല്ലേലൂയ. ഇപ്പം ദാവീദിനെ തേടിപ്പോയവര് കയ്യിൽ ചെരുപ്പും കൊണ്ടാ പോയെ. സ്വതന്ത്രം പറഞ്ഞേ. ഒരാളുടെ കയ്യിൽ 2 ചെരുപ്പ്, ഒരാളുടെ കയ്യിൽ തലയിൽ ഊരി വെച്ചിട്ട് പോയ കിരീടം, ഒരാളുടെ കയ്യിൽ രാജവസ്ത്രം. ഇതെല്ലാം കൊണ്ട് ഒലൂമരുടെ കയറ്റം കയറി ചെന്ന് ഈ ദാവീദിനെ കിരീടം വെപ്പിച്ച് രാജവസ്ത്രം അണിയിച്ച് കാലെ ചെരുപ്പിട്ട് തിരിച്ചൊരു വരവുണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞേ.
ഹല്ലേലൂയ. തലയിൽ തുണിയിട്ട് പോയവന്റെ തലയിൽ കിരീടം വെച്ച് മടക്കി വരുത്തുന്ന ഒരു ദൈവം നിനക്കിന്ന് പകൽക്കാലം ഉണ്ടെന്ന് ആത്മാവ് ദൂതി പറഞ്ഞാൽ എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? അപമാനിക്കപ്പെട്ടിടത്ത്, പരാജയപ്പെട്ടിടത്ത്, തോൽവി സംഭവിച്ചിടത്ത്, ഓടിപ്പോകേണ്ടിയ മണ്ഡലത്തിൽ ഇന്ന് പകൽ പത്മോസിനെ വെളിപ്പാടിന്റെ കലവറയാക്കിയതുപോലെ, മരണത്തിന്റെ തടവറകളെ വെളിപ്പാടുകളുടെ കലവറയാക്കിയതുപോലെ നിന്റെ ജീവിതത്തിന്മേൽ ദൈവം എഴുന്നേൽക്കാൻ പോകുകയാ. നാളെയല്ല, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. വിശ്വസിക്കുന്നവരെ മാത്രം കര ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. വിശ്വസിക്കുന്നവനെ ഞാൻ അതിലാക്കും. ജീവജാല വൈഡവേദര ഉടജാല ദുടകരക്തരാധരക്ഷ സംഭവാധികാരക ആരോടൊക്കെയോ ശക്തമായി ഇടപെടുകയാ. ഇത് നിന്റെ വിടുതലിന്റെ പകലാ, വിടുതലിന്റെ പകലാ. യെസ്. കൃപ 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 കൃപ. നീ ആത്മാവിൽ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്നത് കണ്ടേ, ദൈവം എഴുന്നേൽക്കുന്നത് കണ്ടേ. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ പ്രശ്നത്തിന് വേണ്ടി, നിന്റെ പ്രതികൂലത്തിന് വേണ്ടി, എളിയവരുടെ പീഡ നിമിത്തം, ദരിദ്രന്റെ ദീർഘശ്വാസ നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഒന്ന് വിശ്വസിച്ചോ, ഇത് നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന ഒരു പകലാ, ദൈവം എഴുന്നേൽക്കുന്ന പകലാ. ചില കൂടാരത്തിന്റെ ഉള്ളറയിൽ നിന്ന് ചില കഷ്ടതകൾ മാറിപ്പോകുകയാ. ദൈവത്തിൽ വിശ്വസിക്ക്, യേശുവിൽ വിശ്വസിക്ക്. ഹൃദയം കലങ്ങി പോകരുത്. ലൈവ് കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ ഇരിക്കുന്ന വിലപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞു, ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞു, ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞു. യെസ്. ഒറ്റപ്പെട്ടു പോയ ചില മണ്ഡലങ്ങളിൽ നിനക്ക് വേണ്ടി തേജോമയൻ ഇറങ്ങുകയാ, നിനക്ക് വേണ്ടി തേജോമയൻ ഇറങ്ങുകയാ. അഗ്നിജാലകൊത്ത കണ്ണുള്ളവൻ ഇറങ്ങുകയാ. റിഗാമന ശബ്ദരാധരാജല അർത്തുരേ വൈഡ പ്രമനാധികാരകൾ കമന. വിശ്വസിക്കുന്നവർ നന്നായിട്ട് ഒരു നിമിഷം കരമടിച്ച് ആത്മാവിൽ പ്രതികരിച്ചു. ഇത് നിനക്ക് വേണ്ടിയുള്ള വിടുതലിന്റെ പകരം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. മെലിത്താദ്വീപിലെ ദുഷ്ടജന്തുവിനെ കരിക്കണോ? കരിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഒരു 14 ദിവസം സൂര്യചന്ദ്രന്മാരെ കാണാതെ അദ്രിയ കടലിൽ കിടക്കണം. നീ കിടന്നാലേ അവിടെ കരിയൂ. സ്തോത്രം പറയണം. ഭക്തൻ 14 രാപകൽ സൂര്യചന്ദ്രന്മാരെ കാണാതെ കടലിൽ തകർന്ന് 276 യാത്രക്കാരെ തുഴഞ്ഞ് കൈ കൊഴയുമ്പോൾ അപ്പുറത്ത് ഒരു ദുഷ്ടജന്തു കരിയാൻ പോകുകയാ. ഭക്തന്മാർക്ക് വിരോധമായി പണമുയർത്തി നിന്ന ചില ദുഷ്ടജന്തുവിനെ കരിക്കേണ്ടതിന് ഞാൻ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയാണ്. കഷ്ടതയുടെ അപ്പുറത്ത്, പ്രതികൂലത്തിന്റെ അപ്പുറത്ത്, കൊടുങ്കാറ്റിന്റെ അപ്പുറത്ത്, നിന്നയുടെ അപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അതങ്ങനെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. രക്തത്താലെ, വചനത്താലെ, ആത്മാവിനാലെ ജയം. ഒരു നിമിഷം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. പ്രിയരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മറ്റാരെയും നീ വിശ്വസിക്കണ്ട, നിന്റെ ദൈവത്തിൽ വിശ്വസിക്കണം. നിനക്ക് വേണ്ടി പ്രാണനെ വെടിഞ്ഞ യേശുവിൽ വിശ്വസിക്കണം. ഇവിടെ മാത്രമല്ല, നിത്യതയിലും നിനക്ക് വേണ്ടി ചിലത് ഒരുക്കുകയാണ്. ഇവിടെ നിന്നെ മാനിച്ചല്ലാതെ നിന്നെ ഇവിടെ ദൈവം മടക്കി വിടത്തില്ല. ഒന്ന് ഏറ്റെടുക്കാമോ?
ഇനി ഉയർച്ചയില്ല, വിടുതലില്ല, വഴിയില്ല, നന്മയില്ല, മടങ്ങി വരവില്ല എന്ന് പറഞ്ഞ ദാവീദിന്റെ കാലെ ചെരിപ്പിട്ട് തലയിൽ കിരീടം വെച്ച് രാജവസ്ത്രം ധരിപ്പിച്ച് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അതേ വഴിയെ തിരിച്ചു വരുത്തിയെങ്കിൽ നിനക്കൊരു മടങ്ങി വരവുണ്ട്. നിന്റെ നന്മയുടെ കലവറകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ഒന്ന് വിശ്വസിച്ചേ. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തികച്ചും അസാധാരണമായ ഒരു വലിയ ദൈവിക ദൂതന്റെ കൈമാറ്റം ഈ രാവിലെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. ഒന്ന് വിശ്വസിച്ച് ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ച് യേശു നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. പത്രോസേ, നീ കാരാഗ്രഹത്തിലാണോ? ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. പൗലോസേ, നീ കാരാഗ്രഹത്തിലാണോ? ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ചില മുഴക്കങ്ങൾ കേൾക്കുന്നു. ചില അടിത്തറകൾ ഇളകി മാറുന്നു. നിന്റെ ബിസിനസ് പരാജയപ്പെടുത്തുവാൻ പിശാച് കെട്ടിയ ചില ആഭിചാരങ്ങൾ, ചില നേർച്ചകൾ, ചില മന്ത്രവാദങ്ങൾ ഒക്കെ കരിയാൻ പോകുകയാണ്. നീ ഒന്ന് ധൈര്യപ്പെട്ടേ. നിന്റെ മനസ്സൊന്ന് ഏകാഗ്രമാക്കിക്കേ. ദൈവത്തിൽ പ്രത്യാശ വെച്ചേ. ദൈവം ആ കാരാഗ്രഹം ഇറങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ പ്രതികൂലത്തിൽ ദൈവം ഇറങ്ങാൻ പോകുകയാണ്. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ നിന്റെ ചരിത്രം മാറാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറാൻ പോകുകയാ. നിന്റെ തലമുറയുടെ ചരിത്രം മാറാൻ പോകുകയാ. നീ ആരാധിക്കുന്ന സഭയുടെ ചരിത്രം മാറാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നിന്നിൽ മാത്രം ആശ്രയിച്ച് അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കി ദീർഘദൂരങ്ങൾ യാത്ര ചെയ്ത് ഈ ആലയത്തിലേക്ക് വന്ന വിശുദ്ധരായ ദൈവമക്കൾ രാവിലെ 7 മണിക്ക് തന്നെ ഓടിയെത്തുവാൻ നന്ന കാലത്തെ അവരെഴുന്നേറ്റു. അവരെ ഒരുങ്ങി യാത്ര ചെയ്തു. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ നീ എഴുന്നേൽക്കും. ഞങ്ങളത് ഇന്ന് പകൽ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് എഴുന്നേറ്റിരിക്കുകയാൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറുമല്ലോ. തീയിങ്കൽ പുക ഹല്ലേലൂയ മെഴുകുരുകി മാറുന്നത് പോലെ, കാറ്റത്ത് പുക ഓടി മറയുന്നത് പോലെ, കാർമേഘങ്ങൾ ഓടി മറയുന്നത് പോലെ നീ എഴുന്നേൽക്കുമ്പോൾ പ്രതികൂലത്തിന്റെ കാർമേഘങ്ങൾ ഓടി മറഞ്ഞിട്ട് ദൈവത്തിന്റെ ഒരു കരുതലിന്റെ മഴ നിന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി പെയ്തിറങ്ങുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഈ ജനത്തെ വിശ്വാസത്തോടെ എഴുന്നേറ്റ് കരമുയർത്തി നിൽക്കുന്ന ഈ നിന്റെ മക്കളെ എല്ലാവരെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ സകല മുഴങ്കാലും ഒരുപോലെ മടങ്ങുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കും. ബുധനാഴ്ച രാവിലെ യോഗത്തിന് വരുമ്പോൾ പാസ്റ്ററെ, ഞായറാഴ്ച പറഞ്ഞ ദൂത് എന്റെ ജീവിതത്തിൽ നിറവേറിയെന്ന് ബുധനാഴ്ച രാവിലെ സാക്ഷി പറയത്തക്കതുപോലെ ഈ ജനത്തിന്റെ മധ്യേ അത്ഭുതങ്ങളെ ചെയ്യണമേ. ഇരുമ്പോടാമ്പൽ ഖണ്ഡിക്കപ്പെടട്ടെ, താമ്രക്കഥ ഉടഞ്ഞു മാറട്ടെ, എല്ലാ വാതിലുകൾ തുറക്കട്ടെ, ശൂന്യതകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.